guards night itself because of the huge risk of huge risk of this again. Yeah. So we will after that we will continue. Night time we will continue here. Here. രാത്രി ഇവിടെ ഇപ്പോൾ വീണ്ടും കൊള്ളയടിയാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വീണ്ടും ഒരു എറോഷൻ ചാൻസ് ഉണ്ട്, ലാൻഡ് സ്ലൈഡിങ് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇന്ത്യൻ ആർമി വന്ന് നമ്മളെല്ലാം ജോയിന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഇതാണ്. ഇല്ല, പുഴയിൽ ഓൾറെഡി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ. ഇന്നും ഞാൻ പോയി, ഒരു വെണ്ടർ പാട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് പോയി NDRF ഓഫീസറായിട്ട് പോയി, NDRF വാട്ടർ യൂണിറ്റായിട്ട് പോയി. അവിടെ ഞാൻ പോയി നോക്കി, അവരുടെ വുഡ് പാർട്ടാണത്. പിന്നെയുള്ള ഇന്ത്യൻ നേവി അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ തൊട്ട് വൈകിട്ട് വരെ സെർച്ച് ചെയ്യാൻ സോണാർ ഉപയോഗിക്കുന്നുണ്ട്, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ റഡാറാണ്, റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ആണ് വേണ്ടത്. റഡാർ ആർമി. നിങ്ങൾ സാറ് പോയിട്ടല്ലോ, സാറാണ് എന്റെ CEO, സാറാണ് കമാൻഡിംഗ് ഓഫീസർ വന്നിരിക്കുന്നത്. സാർ നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. വലിയ പോലെ നിങ്ങൾ കാണാം, അത് പതിച്ചിട്ടുണ്ട്. അപ്പൊ പുഴയിൽ സെർച്ചിങ് ടീമുണ്ട്, വാട്ടർ യൂണിറ്റ് ചെയ്യാണത്. നമ്മളല്ലോ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ലാൻഡ് ഫുൾ സെർച്ച് ചെയ്യാന്നുള്ളതാണ്. ലാൻഡ് ഫുഡ് ഇത് മാക്സിമം നമുക്ക് തടസ്സപ്പെടുത്തി വെച്ചാൽ മഴയാണ്. ഈ മഴ വരുന്നതുകൊണ്ട് മഡ് ക്യാരി പോയിട്ട് നമ്മൾ അവിടെ നിന്നാണ് ഈ ഡയറക്ഷൻ കൊടുത്താണ് അവരെ കറക്റ്റ് അവിടെ ചെയ്യിക്കുന്നത്. അവിടെ ഇതൊന്ന് ഇത്ര ഫാസ്റ്റ് ആയിട്ട് ആർമി യൂണിറ്റ് ഉണ്ട്, വന്ന് കേരളത്തിൽ സന്നദ്ധ പ്രവർത്തനം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ NDRF നല്ല സഹകരണമുണ്ട്. ത്രിവേദി സാർ വളരെ NDRF CEO വളരെയധികം പുള്ളി കൂടെ നിൽക്കുകയാണ്, മഴ കൊണ്ടെല്ലാം നിൽക്കുകയാണ്. കാണുന്നുണ്ടല്ലോ, നമ്മൾ കഴിക്കാൻ നിൽക്കുകയാണ് മാക്സിമം. ഓക്കെ.